ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും സുഖം തന്നെയല്ലേ? ഞങ്ങളും ഇവിടെ അടിപൊളിയായിട്ടിരിക്കണു. ഇന്ന് ഞങ്ങൾക്ക് ഒരു സ്പെഷ്യൽ ഡേ ആണ്. കാര്യങ്ങളൊക്കെ വഴിയെ പറയാവേ. ഞാൻ ആദ്യം ഒന്ന് അമ്പലത്തിൽ പോയിട്ട് വരാം കേട്ടോ. ഇന്ന് ദേവൂട്ടിനും മാധൂസും ഏട്ടനും ഒന്നുമില്ല, ഞാൻ ഒറ്റയ്ക്കാട്ടോ പോകുന്നത്. ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള വെങ്കടാചലപതി ക്ഷേത്രത്തിലാട്ടോ പോകുന്നത്. വ്യാഴാഴ്ച വന്നപ്പോൾ എനിക്ക് വലുതായിട്ടൊന്നും തൊഴാൻ പറ്റിയില്ല കേട്ടോ. ഭയങ്കര തിരക്കായിരുന്നു അമ്പലത്തിലെ. അപ്പോൾ വഴിപാടൊന്നും കഴിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അത് ഇന്ന് ശനിയാഴ്ച വന്നപ്പോൾ വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ലേ. അപ്പോൾ എൻ്റെ വഴിപാടൊക്കെ കഴിച്ച് ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയിട്ടോ. ഞാൻ തിരികെ വീട്ടിലെത്തിയപ്പോൾ ഹാദൂസും ദേവൂട്ടിനൊക്കെ എഴുന്നേറ്റിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഏട്ടൻ പറഞ്ഞു നമുക്ക് ആദ്യം തന്നെ ദേവൂട്ടിൻ്റെ മുടി ഒന്ന് സെറ്റാക്കാമെന്ന് പറഞ്ഞേ. അങ്ങനെ ദേവൂട്ടിൻ്റെ മുടിയൊക്കെ സെറ്റാക്കി ഞങ്ങൾ തിരികെ വീട്ടിലോട്ട് പോകാട്ടോ. ഏട്ടനെ അവിടെ മുടി വെട്ടിക്കൊണ്ടിരിക്കുകയാണേ. ഞാൻ ദേവൂട്ടിനൊന്ന് കുളിപ്പിച്ച് റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഞങ്ങൾക്ക് ഇന്ന് കുറേ പരിപാടിയുണ്ട്, കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാനുണ്ട്. അപ്പോൾ കാര്യം പറഞ്ഞില്ലല്ലോ, ഞങ്ങൾ ഇന്ന് ട്രിപ്പ് പോവാട്ടോ. കുറേ നാളത്തെ ഒരു ആഗ്രഹമാണ് ഞങ്ങൾ മൂന്നാർ പോകണമെന്ന്. അപ്പോൾ എപ്പോഴും എന്തെങ്കിലുമൊക്കെ ഒരു തടസ്സം വരുമ്പോൾ ഞങ്ങൾക്ക് പോകാൻ പറ്റാറില്ലേ. ഇനി ഞങ്ങൾ ഉറപ്പിച്ചൊരു തീരുമാനം എടുത്ത് ഞങ്ങൾ പോകാൻ പോകാട്ടോ. കുറേ ദിവസത്തെ ട്രിപ്പൊന്നുമല്ല കേട്ടോ, ആകെ ഒരു 2 ദിവസത്തെ ട്രിപ്പാണ്. ശനിയാഴ്ച രാത്രി പോയിട്ട് ഞങ്ങൾ ചൊവ്വാഴ്ച വെളുപ്പിന് എത്തുന്ന ഒരു 2 ദിവസത്തെ ട്രിപ്പാട്ടോ പോകുന്നത്. ഞങ്ങൾക്ക് 2 ദിവസമായാലും ഒരു ദിവസമായാലും കുഴപ്പമില്ല കേട്ടോ. കുറേ നാളത്തെ ഒരു ആഗ്രഹം ആയതുകൊണ്ട് ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആണ്. ഏട്ടൻ്റെ ഫ്രണ്ട്സും പിന്നെ അവരുടെ വൈഫും കുട്ടികളും ഞങ്ങളെല്ലാവരും കൂടെ ഒരുമിച്ചാട്ടോ പോകുന്നത്. ഫുഡൊക്കെ ഞങ്ങൾ മാക്സിമം വീട്ടിൽ നിന്ന് തന്നെ ഉണ്ടാക്കിക്കൊണ്ടുപോകാമെന്നാട്ടോ വിചാരിക്കുന്നത്. കുറച്ചൊക്കെ കറികളൊക്കെ ഉണ്ടാക്കിക്കൊണ്ടുപോയാൽ നമുക്ക് അധികം ഫുഡൊന്നും പുറത്തുനിന്ന് വാങ്ങിയിട്ട് വരില്ലല്ലോ. കൂടുതലും ഞങ്ങൾ പുറത്തുനിന്ന് കഴിക്കാതിരിക്കാനാട്ടോ നോക്കുന്നത്. എല്ലാ കറികളും ഞങ്ങളെ കൊണ്ട് പറ്റാവുന്ന രീതിയിൽ ഷെയർ ചെയ്ത് ഞങ്ങൾ എടുക്കുക കേട്ടോ. ചീത്താകാത്ത രീതിയിലുള്ള കറികളാട്ടോ ഞങ്ങൾ കൂടുതലും കൊണ്ടുപോകുന്നത്. പിറ്റേ ദിവസം രാവിലെ കഴിക്കാനായിട്ട് നമ്മൾ അപ്പവും ചപ്പാത്തിയും ഇടിയപ്പവും ഒക്കെ വാങ്ങിയിട്ടുണ്ട്. അതിൻ്റെ കൂടെ എന്തെങ്കിലും സൈഡായിട്ട് ഉണ്ടാക്കാമെന്നാണ് കേട്ടോ വിചാരിച്ചിരിക്കുന്നത്. ഞാൻ എന്തൊക്കെയാണോ ഉണ്ടാക്കിക്കൊണ്ടുപോകുന്നത്, തക്കാളി വാട്ടിയതും പിന്നെ ഉണക്കക്കൊഴുവ വറുത്തതും പപ്പടം ചിക്കി വറുത്തതും ഇതൊക്കെയാണ് കേട്ടോ. ഇതേപോലെ തന്നെയാണ് കേട്ടോ എല്ലാവരും എടുക്കുന്നത്. ഇന്ന് പതിവില്ലാതെ ആദ്യക്കുട്ടനാണെങ്കിൽ ഭയങ്കര വാശിയായിരുന്നേ. എന്തെന്നില്ലാത്തൊരു വാശി കേട്ടോ, ഒരു രക്ഷ ഉണ്ടായിരുന്നില്ലേ. ആദൂസിനാണെങ്കിൽ ഈ പാചകം ചെയ്യുന്ന കാര്യമൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ആൾക്ക് എന്ത് കൊടുത്താലും ആൾക്ക് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാട്ടോ. ഞാൻ ദേവൂട്ടിനെ ഉറക്കാൻ പോയ നേരത്ത് ആദൂസ് എൻ്റെ പുറകെ വന്ന് ഞാൻ പപ്പടം കീർത്തരാന്നൊക്കെ പറഞ്ഞു കേട്ടോ. അപ്പം ഞാൻ ആളെ കുറച്ച് വഴക്ക് പറഞ്ഞേ. കാരണം കത്രിയൊക്കെ എടുത്ത് ഇങ്ങനെ ചെയ്യണ്ടെന്ന് വിചാരിച്ചാണ് ഈ ചീത്ത പറഞ്ഞത്. പിന്നെ ഞാനൊന്ന് തിരിച്ചു വന്നപ്പോൾ ആൾ പകുതിയും നല്ല രീതിയിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ആദൂസിനാണെങ്കിൽ അടുക്കള കാര്യമൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. എന്ത് ചെയ്യാൻ കൊടുത്താലും നല്ല വൃത്തിക്ക് ചെയ്യും കേട്ടോ. നമ്മുടെ ഒപ്പം നിന്ന് ഓരോ കാര്യങ്ങളും ചെയ്യുന്നത് കണ്ടുപഠിച്ച് അവൾക്കത് ചെയ്യാനായിട്ട് ഭയങ്കര ഇഷ്ടമാണ്. പണ്ടൊക്കെ വെക്കേഷൻ ആകുമ്പോൾ നമുക്ക് കുട്ടികളൊക്കെ പുറത്തൊക്കെ വിട്ട് കളിപ്പിക്കായിരുന്നു. ഞാൻ എൻ്റെ ചെറുപ്പകാലത്തൊക്കെ സത്യം പറഞ്ഞ വെക്കേഷനായി വീട്ടിലിരിക്കാറില്ല കേട്ടോ. എവിടെയെങ്കിലുമൊക്കെ ഓടി നടന്ന് കളിക്കാനൊക്കെ പോകുവേ. ഈ ഒരു കാലത്ത് നമുക്ക് കുട്ടികളെ എവിടെയും വിശ്വസിച്ചൊന്നും വിടാൻ പറ്റില്ല. തൊട്ടപ്പുറത്തെ വീട്ടിലായിക്കോട്ടെ എവിടെയെങ്കിലും കളിക്കാൻ പോകാനോ എവിടെയും വിടാൻ പറ്റില്ല. കാരണം ഇപ്പോഴത്തെ കാലം അങ്ങനെ ആയതുകൊണ്ട് ഞാൻ എവിടെയും വിടാറില്ല കേട്ടോ. മാക്സിമം 2 ആളും എൻ്റെ കൂടെ തന്നെ വീട്ടിൽ തന്നെയാണ് ഇരിക്കാറ്. ആ ഒരു കാരണം കൊണ്ട് ആദൂസ് എൻ്റെ കയ്യിൽ നിന്ന് കുറേശ്ശെ എന്തെങ്കിലുമൊക്കെ കണ്ടുപിടിക്കാറുണ്ട് കേട്ടോ. അങ്ങനെ എല്ലാ പണികളും ഓൾമോസ്റ്റ് കഴിഞ്ഞ് സത്യം പറഞ്ഞാൽ ഒരു പണിയും ഞാൻ ചെയ്തില്ല കേട്ടോ. എല്ലാം അമ്മ തന്നെയാണ് ചെയ്തു തന്നത്. അമ്മ തന്നെ ഉണ്ടാക്കി തന്നു. എല്ലാം പാക്ക് ചെയ്ത് തന്നത് അമ്മയാണ്. ഞാൻ വേഗം പോയി ഭക്ഷണവും കഴിച്ച് കുളിച്ച് റെഡിയായി. 2 ആളെയും കുളിച്ച് റെഡിയാക്കി നിർത്തിയിട്ടുണ്ട്. ഇനി എല്ലാം എടുത്തു വെച്ച് ഞങ്ങൾക്ക് ഒന്ന് ഇറങ്ങിയാൽ മാത്രം മതി. ഏട്ടനൊന്ന് പുറത്ത് പോയിട്ട് ഇപ്പോൾ വന്നതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇനി കുളിച്ച് റെഡിയായാൽ നമുക്ക് ഇവിടുന്ന് ഷടേന്ന് പറഞ്ഞ് ഇറങ്ങാം കേട്ടോ. അങ്ങനെയുള്ള ട്രാവലർ എത്തിക്കഴിഞ്ഞു കേട്ടോ. ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങുവാണ്. ഇവിടുത്തെ എല്ലാവരും അവരവരുടെ സാധനങ്ങളൊക്കെ വണ്ടി കയറ്റിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇതേപോലെ 10 കൊല്ലം മുമ്പ് ഞങ്ങൾ വേളാങ്കണ്ണിക്ക് പോയതാട്ടോ. പിന്നെ അതിനുശേഷം ഇപ്പോഴാണ് ഇവരായിട്ട് ഞങ്ങളെല്ലാവരും കൂടെ ഒന്ന് ടൂർ പോകാൻ പോകുന്നത്. വണ്ടി എടുത്ത് കുറച്ച് നേരം ആയപ്പോഴാട്ടോ ഞാൻ വീഡിയോയുടെ കാര്യം ഓർത്തത്. ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ തുള്ളലും ബഹളമൊക്കെ ആയിട്ട് വീഡിയോ എടുക്കുന്ന കാര്യം അങ്ങ് വിട്ടുപോയേ. മൂവാറ്റുപുഴ എത്താനായപ്പോൾ ഞങ്ങൾ ഒന്ന് ഇറങ്ങിയിട്ടോ. ഒരു ചായ കുടിക്കാമെന്ന് വിചാരിച്ചിട്ടോ. പിന്നെ പിള്ളേർക്കൊക്കെ ഒന്ന് ബാത്റൂമിലൊക്കെ പോകണമായിരുന്നു. അപ്പോൾ ഓരോ ചായയും പറഞ്ഞ് ഞങ്ങൾ ഇവിടുന്ന് കുടിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ ആദ്യക്കൂട്ട് എന്നെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് വീഡിയോ എടുക്കുന്നത്. ഒന്ന് ചിരിക്കാൻ പറഞ്ഞപ്പോൾ എന്നെ നോക്കി ഓരോ എക്സ്പ്രഷൻ ഇട്ടുകൊണ്ടിരിക്കുക കേട്ടോ. വണ്ടി കയറിയപ്പോൾ മുതൽ ആദൂസ് എന്നെ വലിയ കാര്യമായിട്ടൊന്നും മൈൻഡ് ചെയ്തിട്ടില്ലേ. ആദൂസിൻ്റെ ഫ്രണ്ടിന് കൂടെ ആട്ടോ ആദൂസ് ഇരിക്കുന്നത്. തൊട്ടപ്പുറത്തെ സീറ്റിലാണ്. ഞാൻ ഇങ്ങനെ കാഴ്ചയൊക്കെ കണ്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് മയങ്ങിപ്പോയിട്ടുണ്ടായിരുന്നു കേട്ടോ.
പോകുന്ന വഴിക്ക് ഈ ഒരു വ്യൂ കണ്ടപ്പോൾ ഫോട്ടോസ് എടുക്കാനായിട്ട് നിർത്തിയതാണ്. ആ ഒരു ടൈമിലാട്ടോ ഞാൻ എഴുന്നേറ്റത്. അപ്പം ഞാനും ദേ കൂടെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു ഫോട്ടോസ് എടുക്കാനായിട്ട്. ആദൂസും ആദിക്കുട്ടനൊക്കെ വണ്ടിയിരുന്ന് നല്ല ഉറക്കമാണ്. ഞാനും ഏട്ടനും പിന്നെ ഏട്ടൻ്റെ ഫ്രണ്ട് റിദിനും ജിൻസിയും കുട്ടിയൊക്കെ ആട്ടോ ഇറങ്ങിയത്. ഈ ഒരു പോയിന്റിൽ നല്ല രസമായിരുന്നു കേട്ടോ കാണാനായിട്ട്. എന്തെന്നില്ലാത്തൊരു ഭംഗിയെ, ഇനി അങ്ങോട്ട് ഇതിലും ഭംഗിയാണെന്ന് കേട്ടോ ഏട്ടൻ പറയുന്നത്. അപ്പോൾ ദേ ഞങ്ങൾ അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത് തിരിച്ച് ദേ വണ്ടി കയറിയിട്ടാ. ഇപ്പോഴും ആദ്യക്കുട്ടിനെ എണീറ്റിട്ടില്ലേ, നല്ല ഉറക്കാണ് കേട്ടോ. ആദൂസാണെങ്കിൽ തൊട്ടപ്പുറത്തായിരുന്നു ഉറങ്ങുന്നുണ്ട്. ഈ ഒരു ഭാഗം കയറി കഴിഞ്ഞപ്പോൾ എല്ലാവർക്കും ഭയങ്കര ബുദ്ധിമുട്ടായിട്ടോ. ബാത്റൂമിലൊക്കെ ഒന്ന് പോകാനായിട്ട് ഒരു പമ്പും കാര്യങ്ങളും ഒന്നും ഉണ്ടായിരുന്നില്ലേ. ഞങ്ങൾ കുറച്ച് നീങ്ങി പിന്നെ നിർത്തി, പക്ഷെ അവിടെ ഉണ്ടായിരുന്നില്ല കേട്ടോ. എന്തായാലും നിർത്തിയതല്ലേ, ഒരു ചായ കുടിച്ചേക്കാന്ന് വിചാരിച്ചേ. അപ്പോൾ ദേ തൊട്ടടുത്തൊരു പെട്ടിക്കട ഉണ്ടായിരുന്നു കേട്ടോ. അവിടെ നിന്ന് എല്ലാവരും ഓരോ ചായ പറഞ്ഞ് അവിടെ ദേ ഫോട്ടോഷൂട്ടൊക്കെ നടന്നുകൊണ്ടിരിക്കുക കേട്ടോ. എല്ലാവരും വാങ്ങിച്ച കൂട്ടത്തിൽ ഞാനും ഒരു ചായ വാങ്ങിയിട്ടുണ്ടായിരുന്നേ. എനിക്ക് സത്യം പറയാതെ കുടിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല കേട്ടോ. എന്തോ ഒരു വാട്ടവെള്ളം പോലെ ഉണ്ടായിരുന്നേ. പിന്നെ മേടിച്ചതല്ലേന്ന് ഓർത്ത് കഷ്ടപ്പെട്ടത് കുടിച്ചു തീർത്തേ. നമ്മുടെ അവിടെയൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇതൊക്കെ കാണാൻ എന്ത് ഭംഗിയല്ലേ. ഓരോ സ്ഥലത്തും ഓരോരോ ഭംഗിയായിരുന്നേ. അങ്ങനെ കാഴ്ചയൊക്കെ കണ്ട് ഞങ്ങൾ ദേ ഒരു വെള്ളച്ചാട്ടത്തിൻ്റെ അവിടെ എത്തിയിട്ടോ. ഞങ്ങൾക്കിനി ഇവിടെ എവിടെയെങ്കിലും സൈഡ് ഒതുക്കി ഇനി നമുക്ക് രാവിലത്തേക്കുള്ള ഫുഡൊക്കെ ഒന്ന് തയ്യാറാക്കണേ. നമ്മൾ വന്നപ്പോൾ വെള്ളയപ്പവും ചപ്പാത്തിയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ കൂടെ കറി മാത്രം ഉണ്ടാക്കിയാൽ മതിയേ. ആണുങ്ങളാട്ടോ ഇന്ന് കറി വയ്ക്കുന്നത്. ഞങ്ങൾക്ക് പെണ്ണുങ്ങൾക്ക് എല്ലാവർക്കും റെസ്റ്റ് ആട്ടോ. മാക്സിമം അവർ തന്നെ ഫുഡ് ഉണ്ടാക്കാമെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഞങ്ങൾ പിള്ളേരായിട്ട് ഈ വെള്ളച്ചാട്ടത്തിൻ്റെ അരികെ വന്നു കേട്ടോ. ഇവിടെ ഇന്ന് കാണാൻ നല്ല ഭംഗിയായിരുന്നു. പക്ഷെ ഞങ്ങൾ ഇറങ്ങിയൊന്നുമില്ല കേട്ടോ. കാരണം കുറച്ച് നേരം നിന്ന് ഒന്ന് ബാത്റൂമിലൊക്കെ പോയി ഫ്രഷായി ഞങ്ങൾ തിരിച്ചു വന്നു കേട്ടോ. ഞങ്ങൾ ദേ നോക്കിയപ്പോൾ ഇവർ അടിപൊളി കറി ഉണ്ടാക്കിയിട്ടുണ്ട്. മുട്ടക്കറി ആട്ടോ ഇവർ വെച്ചത്. അങ്ങനെ ദേ മുട്ടക്കറിയും വെള്ളയപ്പവും പത്തിരിയൊക്കെ ആയിട്ട് ഞാൻ ദേ ആദ്യക്കുട്ടിന് കൊടുക്കാം കേട്ടോ. മുട്ടക്കറി ഒന്നും കഴിക്കാത്തവർക്ക് വെജിറ്റബിൾ കറി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളേ. ഇനി ബാക്കി വീഡിയോ ഇട്ട് പെട്ടെന്ന് തന്നെ വരാം കേട്ടോ. അപ്പോൾ ഇത്രയുള്ളൂ. ടാറ്റാ ബൈ ബൈ, സീ യു.